ഹലോ, സിന്ദൂര പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വന്നിട്ട് വീടിൻ്റെ ഗൃഹപ്രവേശത്തിന് വന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് വീടിൻ്റെ പേര് മാറിയിരിക്കുന്നത് കാണുന്നത്. രുക്മിണി നിലയം എന്നുള്ളിടത്ത് വാസന്തി നിലയം എന്നാണ് ആക്കിയിരിക്കുന്നത്. അത് കണ്ടതും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഡെക്ക് ചോദിക്കുന്നുണ്ട്, എടാ ഇതെന്താണ് ഇത് വാസന്തി നിലയം ആക്കി വെച്ചിരിക്കുന്നത്? രുക്മിണി നിലയം എന്നല്ലേ ഉണ്ടായിരുന്നത്? ഇതെന്താ പറ്റിയത്? അത് നിൻ്റെ അമ്മയുടെ പേരല്ലേ? അപ്പോൾ നീലനും ആകെ പരിഭ്രാന്തനാവുകയാണ്. ആ അതെ, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, അമ്മ ഞാൻ ബോർഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ രുക്മിണി നിലയം എന്ന് എഴുതി കൊടുത്തിട്ട് വന്നതാണ്. പക്ഷേ പിന്നെന്താ സംഭവിച്ചത്? പിന്നെ ഇങ്ങനെ മാറ്റം സംഭവിച്ചത്? അപ്പോൾ ശാലിനിയും പറയുന്നുണ്ട്, അതെ ഏട്ടത്തി എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ ഡിസൈൻ എനിക്ക് അയച്ചു തന്നതായിരുന്നല്ലോ. ആ അതെ. അപ്പോൾ രാജേശ്വരി ആകെ പരിഭ്രാന്തിയോടെ പറയുന്നുണ്ട്, എന്താ ഇന്ദു നീ ഇങ്ങനെ പേരെഴുതി കൊടുക്കുന്ന സമയത്ത് മാറി എഴുതി കൊടുക്കാൻ പാടുണ്ടോ? അപ്പോൾ ശാലിനി പറയാണ്, ഒരുപക്ഷെ ഇവിടെ കൊണ്ടുവരുന്നയാളെ എഴുതിയത് മാറ്റി വെച്ചതായിരിക്കോ, മറ്റേതെങ്കിലും വീടിൻ്റെ പേരായിരിക്കും ഇത്, ഒരുപക്ഷെ ഇവിടെ കൊടുത്തത് മാറിയിട്ടുണ്ടാവും. ആ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. രാജേശ്വരിയൊക്കെ അങ്ങനെ വിചാരിക്കുകയാണ്. പക്ഷേ ഡെക്ക് നീലനോട് പറയുന്നുണ്ട്, എടാ എല്ലാവരും ബോർഡ് മാറ്റി എഴുതിയതാണെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്, പക്ഷേ എനിക്കെന്തോ നിൻ്റെ അമ്മയുടെ മേലെയാണ് സംശയം തോന്നുന്നത്. നീലൻ അത് കേട്ടപ്പോൾ ആകെ പരിഭ്രാന്തനാവുകയാണ്. 2 ദിവസമായിട്ട് നിൻ്റെ അമ്മയുടെ സംസാരവും പ്രവൃത്തിയൊന്നും എനിക്കെന്തോ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. എന്തൊക്കെയോ ഒരു അപായ സൂചന ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നോടത് പറഞ്ഞതല്ലേ. അപ്പോൾ നീലം വാൺ ചെയ്യാണ്, അയ്യോ എന്തൊക്കെയാ ഡെക്കെ നീ പറയുന്നത്? എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല, നീ വെറുതെ പ്രശ്നം വഷളാക്കല്ലേ. ഏട്ടത്തി ഒരുപക്ഷെ നമ്മുടെ ബോർഡ് വേറെ ഏതെങ്കിലും വീടിൻ്റെ മുന്നിലാണ് ആയിപ്പോയിട്ടുണ്ടാവുക. ചേച്ചി ഏട്ടത്തി അവരെ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്ദു വേഗം അവരെ കോൾ ചെയ്യുന്ന സമയത്ത് അവരെ എടുക്കുന്നില്ല. പെട്ടെന്നാണ് ഡെക്കിൻ്റെ കണ്ണിൽ ആ കാഴ്ച കാണുന്നത്. രുക്മിണി നിലയം എഴുതിയിട്ടുണ്ടായിരുന്ന ആ ബോർഡ് കുറച്ച് ദൂരത്തോട്ടായിട്ട് അവിടെ വീണ് കിടക്കുന്നുണ്ട്. എടാ അളിയാ അത് നോക്ക്, അവിടെ എന്തോ വീണ് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡെക്ക് നോക്കുന്ന സമയത്ത് അത് രുക്മിണി നിലയം എഴുതിയ ബോർഡായിരുന്നു. അത് കണ്ട സമയത്ത് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അമ്മ ഇത് വേണമെന്ന് വെച്ചാൽ ആരോ ചെയ്തതാണെന്നാ. അപ്പോൾ ഡെക്ക് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ, സത്യമായിട്ടും രാത്രിക്ക് രാത്രി നിൻ്റെ അമ്മ രാധികയും കൂട്ടിക്കൊണ്ട് വന്ന് എന്തോ തറവേല കാണിച്ചതാണ്. എന്തൊക്കെയാ ചേച്ചി ഈ കാണുന്നത്? എത്രത്തോളം മോശമായ കാര്യമായത്? ഗൃഹപ്രവേശ ദിവസം ഇങ്ങനെയൊക്കെ ആരാണ് ചെയ്തു കൂട്ടിയത്? രാജേശ്വരിക്കൊന്നും അപ്പോഴും വാസന്തിയുടെ മേൽ സംശയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ശാലിനി പറയുന്നത്, അമ്മ വീട്ടിനകത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് പോലെ ഇല്ലേ? അകത്തു നിന്ന് പൂജയുടെ മണിയടി ശബ്ദമൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ശാലിനി നീ പറയുന്നത്? അതേ ചെറിയമ്മേ, എനിക്ക് തോന്നുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കൂ. ശരിയാണെന്ന് എല്ലാവർക്കും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നീലനാണെങ്കിൽ വല്ലാത്ത പേടി തോന്നുവാണ്. ആ സമയത്ത് എന്തു പറയുന്നുണ്ട്, മേസ്ത്രി ഇനിയും വന്നിട്ടില്ലെന്നാ തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടി പോലും ഇവിടെയൊന്നും കാണുന്നില്ല. ആ സമയം കൊണ്ട് ആരായിരിക്കും അകത്തേക്ക് കയറിയിട്ടുണ്ടാവുക? ഒരു ചാവി നമ്മുടെ കയ്യിലും ഒരു ചാവി അദ്ദേഹത്തിൻ്റെ കയ്യിലും അല്ലേ? ഒരുപക്ഷെ അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്നപ്പോൾ തന്നെ നീലം പറയുന്നുണ്ട്, ആരും പേടിക്കേണ്ട. ഒരുപക്ഷെ മേസ്ത്രി ഓട്ടോയിലോ മറ്റോ വന്നതാണെങ്കിലോ? ആരും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് അകത്തേക്ക് പോയിട്ട് നോക്കാം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എന്നും പറഞ്ഞ് നീലൻ എല്ലാവരും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. പക്ഷേ അകത്തേക്ക് കയറിയ സമയത്ത് എല്ലാവരും ഒരുപോലെ നിശ്ചലരാകുന്ന ഒരു കാഴ്ചയാണ് അകത്ത് കാണുന്നത്. കാരണം അകത്ത് വലിയൊരു ഹോമം, ഒരു പൂജ തന്നെ നടക്കുകയാണ്. പക്ഷേ പൂജയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ആളെ കണ്ടതും എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ എല്ലാവരും ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം വാസന്തിയും രാധികയും പായസവും അകത്തുണ്ടായിരുന്നു പൂജാരിക്കൊപ്പം. പൂജ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇവർ വന്നതൊന്നും ഗൗനിക്കാതെ വാസന്തിയും രാധികയൊക്കെ പൂജയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നീലനോട് ഡെക്ക് പറയുന്നുണ്ട്, അന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്ന സമയം തൊട്ട് നിന്റെ അമ്മയുടെ പ്രവൃത്തിയും സംസാരവും ഒന്നും അത്ര ശരിയല്ലെന്ന് ഞാൻ അന്നപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ. നീ അത് കേട്ടോ? ഇല്ലല്ലോ. ഇപ്പം നോക്ക്, ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. ഡെക്കിന് തന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് രാധികയും വാസന്തി അവിടെ പൂജയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതിനൊക്കെ ഈ രാധികയാണ് കാരണം എന്ന് എനിക്ക് തോന്നുന്നത്. ഇവക്ക് വേറെ പണിയൊന്നുമില്ല. സൂര്യൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ നിന്നെ തന്നെ ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന ഇവളാണല്ലോ ഏറ്റവും വലിയ ശത്രു. അയ്യോ അളിയാ, ഈ സമയത്ത് കോമഡി പറയുന്നതാണോ നിനക്ക് രസം തോന്നുന്നത്? ഇത് കോമഡിയാണോ? ഞാൻ പറയുന്നത് സത്യമല്ലേ? അവസാനം ഇന്ദു തന്നെ വന്നിട്ട് വാസന്തിയോട് ചോദിക്കുകയാണ്, അമ്മ എന്താ അമ്മ ഇതൊക്കെ? എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ വാസന്തി ചോദിക്കുകയാണ്, ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ? എന്താ ഇന്ദു നീ ചോദിക്കുന്നത്? ഇത് നമ്മുടെ വീടല്ലേ, പുതിയ വീട്, പുതിയ അലങ്കാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു, ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഗൃഹപ്രവേശത്തിന്റെ ചടങ്ങ് നടക്കുവാണ് ഇന്ദു. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാ വാസന്തി ഈ പറയുന്നത് എന്ന് കരുതിയിട്ട്. രുക്മിണിക്കാണെങ്കിൽ ശരിക്കും ബോധം പോകുന്ന അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. ശാലിനി അവരെ ചേർത്ത് പിടിക്കുകയാണ്. ഇന്ദുവിനാണെങ്കിൽ അമ്മ പറയുന്നത്, വാസന്തി പറയുന്നത് അപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ വാസന്തി പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ വീട്ടിൻ്റെ ഗൃഹപ്രവേശനത്തിന് തന്നെ നീ ഇങ്ങനെ ലേറ്റായിട്ട് വന്ന എങ്ങനെ ഇന്ദു? ആ കുഴപ്പമില്ല, നീ എന്തായാലും പട്ടുസാരിയൊക്കെ എടുത്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്നിട്ട് നീലനോട് ചോദിക്കുകയാണ്, എടാ നീ റെഡിയല്ലേ? ആ നീ റെഡി ആയിട്ട് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്, വാ. അമ്മ എന്താ അമ്മ ഈ പറയുന്നത്?
നീലൻ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എടാ ഞാൻ നാട്ടു നടപ്പ് തന്നെയാണ് പറയുന്നത്. എത്ര സ്ഥലത്ത് നീ ഗൃഹപ്രവേശത്തിന് പോയിട്ടുണ്ട്? അവിടെ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയില്ലേ? നമ്മുടെ വീട് കുടിയിരിക്കുന്ന സമയത്ത് നിന്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ആയിരുന്നില്ലേ ഇരുന്നത്? ഭാര്യയും ഭർത്താവും ഉള്ള സമയത്ത് അവർ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇന്ദുവിനോടും പറയാണ് നീലനൊപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട്. നീലനോ ഇന്ദു ഒന്നും മനസ്സിലാവാതെ അതിശയത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം രാധികയോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ ഇന്നലെ കുറച്ച് കസേര കുതിരൊക്കെ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ നീ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓ, അതൊക്കെ ഇന്നലെ ഞാൻ വിളിച്ച് ഏൽപ്പിച്ചു, രാധികയും പറയുന്നുണ്ട്. ഇന്ദുവിന് അവളുടെ ക്ഷമ നശിക്കുന്നുണ്ടായിരുന്നു. അവൾ പറയാണ്, അമ്മ നിങ്ങൾ ഈ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ശരിയല്ലേ? എന്താ ശരിയല്ലാത്തത്? എല്ലാം വഴക്കം പോലെ തന്നെ സാധാരണ രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് പൂജാരിയോട് ഇന്നലെ രാത്രി തന്നെ ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. നീ 6 മുതൽ 7 മണി വരെയാണ് നല്ല സമയം എന്നല്ലേ പറഞ്ഞത്? പക്ഷേ പൂജാരി എന്നോട് പറഞ്ഞത് 3 മുതൽ 4 വരെയാണ് ഏറ്റവും നല്ല സമയം എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പൂജ ആരംഭിച്ചത്. വാസന്തി പറയുന്നതിന് ഒന്നും മറുപടി ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും. ആകെ ഷോക്കായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ വാസന്തി ആരെയും തന്നെ ഗൗനിക്കുന്നില്ല. ഇന്ദു തിരിഞ്ഞ് രുക്മിണി അമ്മയെ നോക്കുവാണ്. അവരാകെ പകച്ചു നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവൾ വീണ്ടും ദേഷ്യത്തോടെ സങ്കടത്തോടു കൂടിയാണ് വാസന്തിയോട് പറയുന്നത്, അമ്മ ഈ വീട് രുക്മിണി അമ്മയുടേതാണ്. ഇത് അവരുടെ വീടാണ്. ഇത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതവരുടെ ജീവിതകാല ലക്ഷ്യമാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് അവർ ഇത്രയും കാലം ജീവിച്ചത് തന്നെ. രുക്മിണിയുടെ കണ്ണ് നിറയാണ്. അവരൊരക്ഷരം പോലും ശബ്ദിക്കുന്നില്ല. അപ്പോൾ ഇന്ദു കരഞ്ഞുകൊണ്ട് പറയാണ്, തൻ്റെ ജീവിതകാല സ്വപ്നം ഇന്നത്തെ ദിവസം നിറവേറുമെന്ന് കാത്തുനിന്ന് ഈ ഒരു ദിവസം വന്ന് ഇവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല അമ്മ. അപ്പോഴേക്കും വാസന്തി പരിഹാസത്തോടെ പറയാണ്, ആഹാ, അത് കൊള്ളാം. ജീവിതകാല ലക്ഷ്യം, സ്വപ്നം, അതിനുവേണ്ടിയുള്ള പ്രയത്നം, ഇതിനൊക്കെ വേണ്ടി സ്വന്തമായി കഷ്ടപ്പെട്ട് സ്വന്തമായി വീടുണ്ടാക്കിയിട്ട് ഞങ്ങളെ വന്ന് ഗൃഹപ്രവേശത്തിന് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാനും അവർ പറഞ്ഞതുപോലെ വന്ന് ഇവിടെ മുൻപന്തിയിൽ തന്നെ നിന്ന് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുമായിരുന്നു. ഇതിപ്പോ ആരോ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടില് അവകാശം പറഞ്ഞ് വന്നിരിക്കുകയല്ലേ. അതൊക്കെ കേട്ടപ്പോൾ അപമാനഭാരത്തോടെ തലതാഴ്ത്തി നിൽക്കുവാണ് രുക്മിണി. ആരോ ഉണ്ടാക്കിയ കുട്ടിക്ക് ഇവളെ പേരിട്ട് കൊടുത്തു കഴിഞ്ഞാ അത് നന്നായോ? അതിനു പോരാതെ രുക്മിണി വിലാസം എന്നൊരു പേരും. വാസന്തി രുക്മിണിയെ പറ്റാവുന്നിടത്തോളം അപമാനിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, ആർക്കും മറുത്തൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, സ്വന്തം സ്വപ്നം നിറവേറ്റണമെങ്കിലും വാശി തീർക്കണമെങ്കിലൊക്കെ അവനവൻ അധ്വാനിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇതുപോലെ ആരോ അധ്വാനിച്ചുണ്ടാക്കിയതും വെച്ചിട്ടല്ല അഹങ്കാരം കൊണ്ട് നടക്കേണ്ടത്. അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല, ഇന്ദു വീണ്ടും വീണ്ടും പറയുവാണ്. രുക്മിണി അപമാനത്തോടെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും സങ്കടത്തോടെ അവരെ നോക്കുവാണ്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, അത് മറ്റുള്ളവരുടെ കാശല്ല അമ്മ, എൻ്റെ അധ്വാനം, ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. രുക്മിണി അമ്മയ്ക്ക് എൻ്റെ അധ്വാനത്തിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്ത വീട്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ആർക്കും യാതൊരു അവകാശവും ഇല്ല. അത് കേട്ടതും വാസന്തി പറയുന്നുണ്ട്, ഓ, ആ രുക്മിണിയാണ് നിന്റെ അമ്മായി അമ്മയെങ്കിൽ പിന്നെ ഞാനാരാണ്? ആ ചോദ്യം ഇന്ദുവിൻ്റെ നാവടപ്പിക്കാൻ പോകുന്നതാണെന്ന് വാസന്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നീലനും എന്താണ് തിരിച്ചു പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുവാണ്. അതുകൊണ്ട് ഇന്ദു മറുപടി ഇല്ലാതെയാണ് നിൽക്കുന്നത്. രുക്മിണി അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്, അവരുടെ സ്വപ്നം ഞാൻ നിറവേറ്റി കൊടുത്തതാണ് എന്നൊക്കെ വലിയ വാക്സാമർത്ഥ്യത്തിൽ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനു കൂടി ഉത്തരം പറ, ആ രുക്മിണി നിനക്ക് ഇപ്പോഴും ആരാണ്? ഇന്ദു മറുപടി ഇല്ലാതെ കണ്ണുനീരോടുകൂടി തലതാഴ്ത്തി നിൽക്കാണ്. എനിക്ക് മനസ്സിലായില്ല, ഏത് വകയിലാണ് അവൾ ഇപ്പോഴും നിനക്ക് നിന്റെ അമ്മായി അമ്മ? ഇനി അതൊന്നും അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ കൂടെ ജനിച്ച സഹോദരിയോ അനിയത്തിയോ ചേച്ചിയോ മറ്റോ ആണോ? ഇന്ദുവിന് ഉത്തരയില്ലാതെ നിൽക്കുന്നത് കണ്ട സമയത്ത് രുക്മിണിക്ക് വരെ അവളുടെ ആ ഒരു അവസ്ഥ കണ്ട് പാവം തോന്നുവാണ്. നീലനാണെങ്കിൽ എന്താണ് അമ്മയോട് പറയേണ്ടത് എന്നറിയാതെയാണ് നിൽക്കുന്നത്. വാസന്തി വിട്ടുകൊടുക്കാനേ തയ്യാറല്ലായിരുന്നു. വാസന്തി വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണ്, അപ്പോൾ പിന്നെ നിന്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അമ്മയല്ലേ അവള്? അത്രയല്ലേ ഉള്ളൂ. എപ്പോൾ അവരുടെ മകൻ മരിച്ചു പോയോ ആ നിമിഷം തൊട്ട് ആ വീടും നീയും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. പിന്നെ അതിനുശേഷവും നിന്റെ ഈ അമ്മായിയമ്മ തന്നെ വേണമെന്ന് നീ അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നീ അവിടെ തന്നെ നിൽക്കണമായിരുന്നു. പക്ഷേ അതൊഴിവാക്കിയിട്ട് എൻ്റെ മകൻ്റെ മനസ്സ് മാറ്റി ഈ നാട്ടുകാർക്ക് മുന്നിൽ എന്നെ നാണം കെടുത്തിയിട്ട് അവൻ്റെ കൈകൊണ്ട് നീ താലി കെട്ടാൻ പാടില്ലായിരുന്നു. എന്ന് എൻ്റെ മകൻ്റെ താലി നിന്റെ കഴുത്തിൽ അവൻ്റെ കൈകൊണ്ട് കെട്ടിയോ? അവൻ്റെ കൈ പിടിച്ച് നീ എൻ്റെ വീട്ടിലേക്ക് വന്നുവോ? അതിനുശേഷം ഇവർക്ക് നീ മരുമകളും അല്ല, നിനക്കിവർ അമ്മായിയും അമ്മയും അല്ല. മറുപടി പറയാനാവാതെ കണ്ണീരോടുകൂടി തലതാഴ്ത്തി രുക്മിണി അമ്മയെ നോക്കി നിൽക്കുവാണ് ഇന്ദു. അപ്പോൾ നീലനാണെങ്കിൽ അവൻ്റെ അമ്മ പറയുന്നത് കേട്ട് വല്ലാത്ത വിഷമാവുന്നുണ്ട്. വാസന്തി പറയാണ്, അവർക്ക് അർഹതയില്ലെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നീയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവർക്ക് എങ്ങനെയാണ് ഇതിന് അർഹത ഉണ്ടാവുക? നിന്നെ പ്രസവിച്ച അമ്മയ്ക്ക് വേണ്ടിയാണ് നീ വീടുണ്ടാക്കി കൊടുത്തത് എന്ന് പറ. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിത് വിട്ടേക്ക് തരാം. പക്ഷേ ഇത് വാങ്ങിക്കാൻ ഈ രുക്മിണിക്ക് എന്താണ് അവകാശം? മറുപടി പറയാനാവാതെ നിൽക്കുകയാണ് രുക്മിണി. കാരണം വാസന്തി ചോദിച്ചത് ന്യായമായൊരു ചോദ്യമാണ്.
ആദ്യത്തെ ഭർത്താവിൻ്റെ അമ്മയാണ് രുക്മിണി. അപ്പോൾ വാസന്തി ചോദിക്കുന്നുണ്ട് രുക്മിണിയോട്, എല്ലാവരോടും ഗൃഹപ്രവേശത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ ക്ഷണക്കത്തും കൊടുത്തിട്ട് പോയില്ലേ? വരുന്നവർക്കൊക്കെ എന്തായാലും ന്യായം പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കില്ലല്ലോ. വരട്ടെ, അവരോട് ഞാൻ ചോദിച്ചു നോക്കാം ഇതിലേതാണ് ന്യായമെന്ന്. അതിനൊന്നും ഒരു ഉത്തരവും പറയാൻ ഇന്ദുവിനുണ്ടായിരുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ മരുമകൾ ഇങ്ങനെ ആദ്യത്തെ അമ്മയ്ക്ക് പോയിട്ട് വീടുണ്ടാക്കി കൊടുത്തു വന്നാ നിങ്ങളത് സ്വീകരിക്കുമോ എന്ന് ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. വാസന്തിയുടെ ഒരു ചോദ്യത്തിന് പോലും ആർക്കും ഉത്തരവുണ്ടായിരുന്നില്ല. ശരി, ഞാൻ തന്നെ വിട്ടിട്ട് പോവാന്ന് കരുതാം, പക്ഷെ നാളെ പിന്നെ എൻ്റെ സ്വന്തക്കാർ വന്നിട്ട് എന്നോട് ചോദിക്കില്ലേ? അന്ന് ഞാൻ ഉത്തരവില്ലാതെ നിൽക്കേണ്ടി വരില്ലേ? എന്താ വാസന്തി, നിന്റെ മരുമകൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട് ആർക്കോ കൊടുത്തിട്ട് വന്നെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനെങ്കിലും നാട്ടുകാരോട് പറയാൻ പറ്റിയ രീതിയിലുള്ള ഒരു മറുപടിയെങ്കിലും നിങ്ങൾ താ. ഇപ്പം തന്നെ ഞാൻ വിട്ടു പോയിക്കോളാം. അമ്മായിയമ്മ എന്ന് നീ എടുത്തെടുത്ത് പറഞ്ഞല്ലോ, ഇപ്പം മറുപടി താ. അപ്പോഴേക്കും ക്ഷണിച്ചവർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറുപടി ഇല്ലാതെ തല താഴ്ത്തി നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ വന്നവർ പറയുന്നുണ്ട്, ഇതെന്താ ഒരു ഗൃഹപ്രവേശത്തിന് വന്നിട്ട് ഒന്ന് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പോലും ആരും തയ്യാറല്ലല്ലോ. അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് പറയാണ്, ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്ക്, എന്തോ പ്രശ്നമുള്ളത് പോലെയാണ് തോന്നുന്നത്. ആണല്ലേ? അപ്പോൾ ആ സ്ത്രീ തന്നെയാണ് രുക്മിണിയോട് ചോദിക്കുന്നത്, എന്താ ചേച്ചി, ഗൃഹപ്രവേശത്തിൻ്റെ സമയമായില്ലേ, ഇതെന്താ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? മറുപടി പറയാനാവാതെ രുക്മിണി നിൽക്കുന്നത് കണ്ടപ്പോൾ നീലം പോയി അമ്മയെ വിളിക്കുകയാണ്. അമ്മ ഒന്ന് അകത്തേക്ക് വാ, എനിക്ക് അമ്മയോട് തനിച്ച് സംസാരിക്കണം. ഇതിൽ തനിച്ച് സംസാരിക്കാൻ എന്താടാ ഉള്ളത്? എന്താണെങ്കിലും ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. അമ്മോ, ഞാൻ നിങ്ങളുടെ കൈ എടുത്ത് തൊഴുതുകൊണ്ട് പറയാണ്, ദയവ് ചെയ്ത് എനിക്കൊപ്പം ഒന്ന് വാ. അതും പറഞ്ഞ് നീലൻ അമ്മയുടെ കൈ പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. എടാ, എന്നെ എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഞാൻ എന്താ അതിന് മാത്രം വലിയ തെറ്റ് പറഞ്ഞത്? അമ്മയെ റൂമിലാക്കി വാതിലടച്ചിട്ട് വന്ന സമയത്ത് നീലനോട് വാസന്തി പറയാണ്, എന്തിനാടാ പോലീസുകാർ പ്രതികളെ കൊണ്ടുപോകുന്നത് പോലെ എന്നെ ഇങ്ങോട്ടേക്ക് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്? ഇപ്പം എന്ത് ചെയ്യാനാണ് അമ്മ പറയുന്നത്? അമ്മ ചെയ്ത കാര്യം അതിനും മാത്രമുള്ള കാര്യമാണ്. ഞാനെന്താടാ ചെയ്തത്? ഇങ്ങോട്ട് നോക്കമ്മ, അമ്മ ചെയ്തത് വലിയ തെറ്റാണ്. സ്വന്തക്കാർ, വന്നവർ, നാട്ടുകാർ അവർക്കൊക്കെ മുന്നിൽ വെച്ച് അമ്മ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഇന്ന് വന്ന് നിന്നിട്ട് നിങ്ങളുടെ സ്വന്തമാണെന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? ഇത് അമ്മയ്ക്ക് തന്നെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നാണക്കേട് തോന്നുന്നില്ലേ? ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിങ്ങളോടാണ് അമ്മ സംസാരിക്കുന്നത്. എന്തെങ്കിലും മറുപടി താ. വാസന്തി മകനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് തരിച്ചു നിൽക്കുന്ന രുക്മിണിയുടെ മുന്നിലേക്ക് പോയിട്ട് ഇന്ദു വിളിക്കുകയാണ് കരഞ്ഞുകൊണ്ട്, അമ്മ. അപ്പോൾ അവരിങ്ങനെ ഇന്ദുവിനെ നോക്കുന്നുണ്ട്. എനിക്ക് മാപ്പ് താ അമ്മ. അവൾ കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് രുക്മിണിയോട് പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അമ്മ. ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയതിന് ഞാനാണ് ഏറ്റവും വലിയ കാരണം. അതും പറഞ്ഞ് അവൾ രുക്മിണിയുടെ കൈ പിടിച്ചിട്ട് കരയുവാണ്. രുക്മിണി അവളുടെ അവസ്ഥ കണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പം ഇന്ദു പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലത് ചെയ്യാണെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഓരോരോ കഷ്ടങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. രുക്മിണിക്കും എന്താണ് അവളോട് പറയേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. കാരണം അവരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എത്രയോ കാലത്തെ 24 വർഷത്തെ അവരുടെ സ്വപ്നമായിരുന്നു ഇപ്പോൾ നിറവേറേണ്ടത്. ഒറ്റ നിമിഷം കൊണ്ടാണ് അതൊക്കെ തകർന്നടിഞ്ഞത്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. എൻ്റെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും എന്നെക്കൊണ്ടൊരു ഉപകാരവും ഇല്ല. എൻ്റെ സ്വന്തം അച്ഛനേക്കാളും അമ്മയെക്കാളും എന്നെ സ്നേഹിച്ച് കൊണ്ടു നടന്ന അമ്മയ്ക്കും എനിക്ക് ഉപദ്രവം മാത്രമേ ചെയ്യാൻ പറ്റിയുള്ളൂ എന്നും പറഞ്ഞ് അവൾ കരയുവാണ്. അവളുടെ നിസ്സഹായാവസ്ഥ കാണുമ്പോൾ രുക്മിണിക്കും സങ്കടമാവുന്നുണ്ട്. അവൾ പറയാണ്, എല്ലാവരും പറയുന്നത് സത്യം തന്നെയാണമ്മ. ഞാനൊരു രാശിയില്ലാത്തവളാണ്. ഞാൻ കാരണം എനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാശിയില്ലാത്തവളാണമ്മ, ഞാൻ രാശിയില്ലാത്തവളാണ്. അതും പറഞ്ഞ് ഇന്ദു നെറ്റിയിലടിച്ച് കരയാണ്. ഏയ് ഇന്ദു, കരയല്ലേ മോളെ. രുക്മിണി അവളെ ചേർത്ത് പിടിക്കുകയാണ്. അത് കണ്ടിട്ട് എല്ലാവരും സങ്കടത്തോടെയാണ് നിൽക്കുന്നത്, രാധിക ഒഴികെ. അവൾക്ക് പുച്ഛം തോന്നുകയാണ്. ആ സമയത്ത് നീലൻ അമ്മയെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. അവിടെ വെച്ച് അത്രയേറെ അലറിക്കൊണ്ട് സംസാരിച്ചതല്ലേ അമ്മ, ഇപ്പൊ പറയമ്മ, ഇപ്പൊ പറ. നീലൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം വാസന്തി ചോദിക്കുകയാണ്, അല്ലടാ നീല, നിനക്ക് സത്യമായിട്ട് ബുദ്ധി പോയോ? താൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും അമ്മ എന്താണ് ഇങ്ങോട്ട് വീണ്ടും പറയുന്നതെന്ന് നീലന് മനസ്സിലാവുന്നില്ല. അപ്പോൾ വാസന്തി ചോദിക്കുന്നുണ്ട്, അല്ല, അറിഞ്ഞിട്ട് നീ അറിയാതെ പോലെ അഭിനയിക്കുകയാണോ? നീയും അവർക്കൊപ്പം ചേർന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ? ഞാനെന്താ ഇല്ലാത്തതാണോ നിന്നോട് സംസാരിക്കുന്നത്? ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ന്യായമായ കാര്യം. എന്ത്, മറ്റൊരാളുടെ വീട് തൻ്റെതാണെന്ന് പറഞ്ഞിട്ട് സ്വന്താക്കാൻ വേണ്ടി വന്നിരിക്കുന്നതോ? അത് കേട്ട സമയത്ത് വാസന്തിക്ക് ദേഷ്യം വരികയാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി അത് മറ്റൊരാളുടെ വീടാണെന്ന് നീ പറയരുത് നീല. അത് കേട്ടപ്പോൾ അവൻ തന്നെ ഷോക്കായി പോയി. ഇത് നമ്മുടെ സ്വന്തം വീടാണ്, ഏത് കാലത്തായാലും നമുക്ക് സ്വന്തം ആവേണ്ട വീട്. നീലനിങ്ങനെ അതിശയിച്ച് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. നീ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ സംസാരിക്കുന്നത്? അതല്ലെങ്കിൽ നിന്റെ ഭാര്യ നിന്റെ ബുദ്ധിയൊക്കെ കഴുകി മാറ്റിക്കളഞ്ഞോ? എടാ നീല, പാപമാവാളാ, പക്ഷേ പൊട്ടനാവാൻ പാടില്ല. മന്ദബുദ്ധി പോലെ പെരുമാറല്ലേ.
ഇപ്പോ അതിനു മാത്രം എന്ത് കഷ്ടപ്പാടാണ് അമ്മ സഹിച്ചത് എന്ന് പറ. ഇന്ദു കഷ്ടപ്പെട്ട് രുക്മിണി അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത വീടാണിത്. അമ്മയാണ് കുറുകെ വന്നിട്ട് ഇത് നമുക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും ഇത് തട്ടിയെടുക്കാൻ നോക്കുന്നത്. ആര്? ഞാനോ? പിന്നെ ആര്? എടാ ബുദ്ധിയില്ലാത്തവനെ, ആ കുടുംബം എത്രത്തോളം നിന്നെ മന്ദബുദ്ധിയാക്കിയിരിക്കുകയാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. നീ തന്നെ നാഴികയ്ക്ക് 40 വട്ടം ഇത് ഇന്ദു ഉണ്ടാക്കിയ വീടാണ്, ഇത് ഇന്ദു ഉണ്ടാക്കിയ വീടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ദു നിനക്ക് ആരാടാ? നീലം മറുപടി ഇല്ലാതെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഇന്ദു കരഞ്ഞുകൊണ്ട് രുക്മിണിയോട് പറയുന്നുണ്ട്, ഇല്ലമ്മ, ഞാനിത് വെറുതെ വിടില്ല, ഞാനിത് വിട്ടുകൊടുക്കില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാണ്, എൻ്റെ അധ്വാനത്തിൽ ഞാൻ ഉണ്ടാക്കിയ വീട്. ഇന്ദുവിൻ്റെ വാശി കാണുന്ന സമയത്ത് രുക്മിണിക്ക് പേടി തോന്നുവാണ്. അപ്പോൾ രാധിക വിചാരിക്കുന്നുണ്ട് എല്ലാം കയ്യിൽ നിന്ന് പോയോന്ന്. അപ്പോൾ ഇന്ദു രുക്മിണിയോട് പറയാണ്, ഇത് ആർക്ക് തടുക്കാനാവും? ആർക്കിത് നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാനാവും? അമ്മ, ഇത് അമ്മയുടെ വീടാണമ്മ. ആരെന്തൊക്കെ പറഞ്ഞാലും ഇത് അമ്മയുടെ വീടാണ്. ഇന്ദുവിൻ്റെ ആ ഒരു പെരുമാറ്റം രുക്മിണിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ടായിരുന്നു. അതേസമയം വാസന്തി നീലനോട് ചോദിക്കുകയാണ്, വീട്ടിൽ വന്നിട്ട് ഇന്ദു ഇനി മുതൽ എനിക്ക് മരുമകളല്ല, എൻ്റെ മകളാണ്, ഇനി ഞാനും അവളും തമ്മിൽ മരുമകളും അമ്മായി അമ്മയും തമ്മിലുള്ള ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ രുക്മിണി അന്ന് പോയത്. അതൊക്കെ എന്താ വെറുതെ വായ കൊണ്ടുള്ള സംസാരം മാത്രമാണോ, അതോ നാട്ടുകാർ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? എൻ്റെ മരുമകൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലെ ഞാൻ പോലും അറിയാതെ പോയിട്ട് അവർ ക്ഷണക്കത്ത് കൊടുത്തിരിക്കുകയാണ്. നാട് മുഴുവൻ ക്ഷണിച്ചതിന് ശേഷം എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടും ഒരു കുഴപ്പം അവസാനം വരരുതെന്ന് കരുതിയിട്ടും അവസാനം ഒരു ക്ഷണക്കത്ത് എനിക്ക് വന്ന് കൊടുത്തിട്ട് പോയിട്ടാ. അവസാന നിമിഷം വന്ന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ നന്നായിട്ട് വന്നിട്ട് നിങ്ങളുടെ ഗൃഹപ്രവേശത്തിന് പങ്കെടുത്ത് പോയിക്കോളൂന്നാണ് അവർ കരുതിയത്. അതെങ്ങനെ ഞാൻ ഒറ്റയടിക്ക് വിടും? ഞാൻ ഒരു പക്ഷേ മണ്ടിയായിരിക്കുമെടാ. ഈ വീട് എങ്ങനെ നടക്കുന്നു, ഇവിടെ പണി എങ്ങനെ എത്തി എന്നൊന്നും അറിയാത്ത ഒരു മണ്ടിയായിരിക്കും. പക്ഷെ അവർ വിചാരിക്കുന്ന അളവിൽ ഞാൻ മരമണ്ടിയല്ല. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അനുസരിച്ച് പിന്നാലെ പോകുന്ന ആളുമല്ല ഞാൻ. വാസന്തിയുടെ മറുപടി കേട്ടിട്ട് ആകെ അന്താളിച്ച് നിൽക്കുവാണ് നീലൻ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.